KSFE ഗോൾഡ് അപ്രൈസേഴ്സ് അസോസിയേഷൻ CITU-വിന്റെ 6ാമത് ജില്ലാ സമ്മേളനം കായംകുളത്ത് നടത്തി. CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. KSFE ഗോൾഡ് അപ്രൈസേഴ്സ് അസോസിയേഷൻ CITU-വിന്റെ 6ാമത് ജില്ലാ സമ്മേളനം കായംകുളത്ത് നടത്തി. ജില്ലാ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം MSN കോളേജ് പോലുള്ള മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ കൂടിയാണ്. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ ഇന്നിപ്പോൾ ലോട്ടറി വ്യവസായം, അതുപോലെ അന്ന് ഭാഗ്യക്കുറി എന്നറിയപ്പെടുമ്പോൾ ഭാഗ്യക്കുറി കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വല്ലാത്ത നിലയിൽ ആക്ഷേപം ഉയർത്തിയിരുന്നു. ഇന്ന് ഭാഗ്യക്കുറി സാധാരണക്കാലത്ത് അതിൽ ഒട്ടേറെ ആളുകൾ അതിൽ ഏജന്റുമാരായും വിൽപ്പനക്കാരുമായിട്ടായിരുന്നു ജീവിക്കുക. അതുപോലെയാണ് KSFE എന്ന ഒരു മഹത്തായ സ്ഥാപനം പൊതുമേഖലയിൽ ആരംഭിക്കുമ്പോൾ ഇന്ന് KSFEയുടെ വളർച്ച നോക്കുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിൽ, ചിന്തിക്കാത്ത തരത്തിലേക്ക് അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. KSFEയെ സാധാരണക്കാരുടെ ഒരു സ്ഥാപനമായും അതുപോലെ ജീവനക്കാരുടെ ഒരു സ്ഥാപനമായും വ്യാപാരികളുടെ ഒരു സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാൻ KSFE മാനേജ്മെന്റിന് കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ധനകാര്യ സ്ഥാപനമായി KSFE വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ നിരവധി ട്രേഡ് യൂണിയൻസ് ഉണ്ട്. ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, പ്രത്യേകമായി സ്റ്റാഫ് അസോസിയേഷൻ ഉണ്ട്, ഏജൻസ് അസോസിയേഷൻ ഉണ്ട്, നമ്മുടെ അപ്രൈസേഴ്സ് എന്ന തരത്തിൽ ഉള്ള സംഘടനയും CITU-നുണ്ട്. ഓഫീസേഴ്സ് അസോസിയേഷൻ മാത്രമാണ് CITU-ൽ അഫിലിയേറ്റ് ചെയ്യാത്തത്. ബാക്കി എല്ലാ സംഘടനയും CITU-ൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്രൈസർമാർ ഇന്ന് നേരിടുന്ന പ്രശ്നമാണ്. ഒരു കാലത്ത് കായംകുളം ഒരു സ്വർണ്ണ വ്യാപാര കേന്ദ്രമായിരുന്നു. ഒരുപക്ഷെ മാർക്കറ്റിലേക്ക് പോകുന്ന സ്ഥലത്ത് ഇരു സൈഡിലുമായി കായംകുളമായിട്ട് ബന്ധമുള്ള ആളുകൾക്കെല്ലാം അറിയാം, ഇരു സൈഡിലുമായും നിലവിൽ സ്വർണ്ണക്കടയായിരുന്നു. തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കട. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK ഷാജൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി R. ആനന്ദസ്വാമി, ജോയിന്റ് സെക്രട്ടറി സുബേഷ് സോമൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. അതിൽ ഗോൾഡ് അപ്രൈസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച നമ്മൾ പരിശീലനം സിദ്ധിച്ച ആളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്രൈസർമാർക്ക് നൽകിയ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അത് കുറേ അപ്രൈസർമാർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അപ്രൈസർ ട്രെയിനിങ് കോഴ്സ് നമ്മുടെ സർക്കാർ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു. ഗോൾഡ് അപ്രൈസർ ട്രെയിനിങ് സ്റ്റാഫ്, അപ്രൈസർ കം സബ് സ്റ്റാഫ് എന്ന രീതിയിലുള്ള ഒരു ഗോൾഡ് അപ്രൈസർ ട്രെയിനിങ് കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനം സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ആളുകളും ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മൾ നേടണം. താമസിയാതെ തന്നെ അതിനുള്ള സംവിധാനം സംഘടനാപരമായിട്ട് ഇടപെട്ടിട്ട് ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മൾ സംഘടനയിലൂടെ നമുക്ക് ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് ഒരു 3 ദിവസത്തെ ട്രെയിനിങ് കോഴ്സ് ആയിരിക്കും അത്. അതിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കണം. ഭാവിയിൽ ഈ സർട്ടിഫിക്കറ്റ് ആയിരിക്കും സർക്കാർ അംഗീകൃത സ്ഥാപനം നടത്തുന്ന ഇത്തരം ഒരു സർട്ടിഫിക്കറ്റാണ് നമ്മളുടെ ഈ അപ്രൈസർ കോഴ്സിന് അല്ലെങ്കിൽ അപ്രൈസറുടെ വേക്കൻസി വരുന്ന അവസരങ്ങളിൽ നമ്മൾ ഏതൊരു ധനകാര്യ സ്ഥാപനവും ഇനി ഇത്തരം ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും ആവശ്യപ്പെടുന്നത്. ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. C. മഹേഷ് രക്തസാക്ഷി പ്രമേയവും V. വേണുഗോപാൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. നവാസ് I. ലാലച്ചൻ ജോസഫ്, A. കൃഷ്ണൻ, S. ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M. കണ്ണൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.